ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. അവരിനി തിരിച്ചു വരില്ല. ഗൾഫുകാരൻ തൻ്റെ വീട്ടിലേക്ക് അയക്കുന്ന പോലെ അവരാരും പണം അയക്കാനും പോകുന്നില്ല. ഓരോ വർഷവും 30,000 മുതൽ 50,000 വരെ വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നും വെളുത്ത ഭൂഖണ്ഡങ്ങളിലേക്ക് പഠിക്കാൻ എന്ന പേരിൽ കുടിയേറി പോകുന്നു. പോകുന്ന നാട്ടിൽ മിടുക്കന്മാരായി പഠിച്ച് ജോലി നേടി കേരളത്തിൽ വന്ന് കല്യാണം കഴിച്ച് തൻ്റെ പങ്കാളിയെ കൂടി അവർ ഇവിടെ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുപോകും. അലകും പിടിയുമുള്ള മലയാളി കുടുംബങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും അവരുണ്ടാക്കും. സ്കില്ലുള്ളവരൊക്കെ ഇങ്ങനെ കയറിപ്പോയി തിരിവുകൾ മാത്രം ബാക്കിയാകുമ്പോഴും നമ്മുടെ രാഷ്ട്രീയമോ സർക്കാരുകളോ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇപ്പോഴല്ല, 20 വർഷമെങ്കിലും കഴിഞ്ഞാകും ഈ ബ്രെയിൻ ഡ്രെയിനിൻ്റെ ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കുക. ഇത് അവരുടെ കഥയാണ്. അവർ ഇവിടെ ഉപേക്ഷിച്ചു പോയ നമ്മളുടെയും കഥയാണ്. കേരളത്തിൽ നിന്ന് വേരുമുറിച്ചു പോകുന്ന മലയാളി യുവാക്കൾ തങ്ങളുടെ കൂട്ടപലായനം ശക്തമാക്കിയിട്ട് 20-ൽ താഴെ വർഷങ്ങളെ ആയിട്ടുള്ളൂ. ആ കുടിയേറ്റ ചരിത്രം ചുരുക്കി പറഞ്ഞാലേ ഇനി പറയാൻ പോകുന്നതിലേക്കെല്ലാം വാതിൽ തുറന്നു കിട്ടൂ. രാഷ്ട്രീയക്കാർ സമ്മതിച്ചു തന്നാലും ഇല്ലെങ്കിലും കേരളം ഒരു റെമിറ്റൻസ് എക്കോണമിയാണ്. എന്നുവെച്ചാൽ വിദേശത്ത് നിന്നും പ്രവാസികൾ അയച്ചു തരുന്ന പണം കൊണ്ട് നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ. 1970 മുതൽ 80 വരെയുള്ള കാലത്ത് ആരംഭിച്ച ഗൾഫ് കുടിയേറ്റം ഈ ചെറിയ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. 2018-ൽ ലോകം മുഴുവനുമുള്ള മലയാളി പ്രവാസികളെല്ലാം ചേർന്ന് കേരളത്തിലേക്ക് അയച്ചത് 85,092 കോടി രൂപയാണ്. 2023-ൽ അത് 2,16,893 കോടിയായി ഉയർന്നു. 5 വർഷം കൊണ്ട് 154.9% വർധനവ്. 1998-ലാണ് കുടിയേറ്റത്തിൻ്റെ ഈ ഊക്കിനെക്കുറിച്ചുള്ള ആദ്യ പഠനം വരുന്നത്. 1998-ലെ കേരള മൈഗ്രേഷൻ സർവേ അനുസരിച്ച് അന്ന് വരെ 14 ലക്ഷം മലയാളികളാണ് വിദേശത്ത് കുടിയേറ്റക്കാരായി ഉണ്ടായിരുന്നത്. 2008 ആയപ്പോഴേക്കും ഇത് 22 ലക്ഷമായി ഉയരുകയും 2013-ൽ 24 ലക്ഷമാവുകയും ചെയ്തു. എന്നാൽ 10 വർഷം കഴിഞ്ഞ് 2023-ലെ കേരള മൈഗ്രേഷൻ സർവേ എല്ലാവരെയും അമ്പരപ്പിച്ചു. കാരണം 10 വർഷം കഴിഞ്ഞിട്ടും ആകെ മലയാളി കുടിയേറ്റക്കാരുടെ എണ്ണം ഒട്ടും കൂടിയിട്ടില്ല. അത് 22 ലക്ഷത്തിൽ തന്നെ നിൽക്കുന്നു. അമ്പരപ്പിന്റെ കാരണം മറ്റൊന്നായിരുന്നു. തൊഴിൽ തേടിയുള്ള മലയാളി കുടിയേറ്റത്തിൽ കുറവും വിദ്യാർത്ഥി കുടിയേറ്റത്തിൽ ഗണ്യമായ വർധനവുമാണ് സർവേയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2018-ൽ 1.29 ലക്ഷം മാത്രമായിരുന്ന മലയാളികളായ കുടിയേറ്റ വിദ്യാർത്ഥികളുടെ എണ്ണം 2023-ഓടെ 2.5 ലക്ഷമായി, അതായത് ഇരട്ടിയായി വർദ്ധിച്ചു. ആകെ മലയാളി കുടിയേറ്റക്കാരുടെ 11.3% വിദ്യാർത്ഥികളായ പ്രവാസികൾ. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന മാറ്റം. മുമ്പ് ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിലെടുത്ത് പണമയച്ചിരുന്ന സാമ്പ്രദായിക കേരള കുടിയേറ്റ രീതിയിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിനായി പോയി അവിടെ തന്നെ തൊഴിലും ജീവിതവും ഉറപ്പിക്കുന്ന പുതിയ രീതിയിലേക്കുള്ള മാറ്റം. ഇതിൽ പെൺകുട്ടികളുടെ കണക്ക് പ്രത്യേകം എടുത്തു പറയണം. 2023-ൽ 19.1% വനിതാ കുടിയേറ്റക്കാരിൽ 71.5% ബിരുദധാരികളാണ്. ഇവർ തുടർ പഠനവും ജോലിയും ലക്ഷ്യമിട്ട് പോയത് മുഴുവൻ യൂറോപ്പ്, അമേരിക്കൻ വൻകര, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കും. 2023 മുതൽ തുടർച്ചയായി എല്ലാ വർഷവും കേരളത്തിൽ നിന്ന് ഏതാണ്ട് 30,000 മുതൽ 50,000 വരെ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നുണ്ട്. +2 കഴിയുന്നതോടെയാണ് കുട്ടികൾ ബാഗ് പാക്ക് ചെയ്യുന്നത് എങ്കിലും ഇതിനുള്ള തയ്യാറെടുപ്പ് 3-4 വർഷം മുമ്പേ ആരംഭിക്കുന്നു എന്നതാണ് സത്യം. ഇവിടെ എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് ഈ കുട്ടികൾ പോകുന്നത്? പറയാൻ നിരവധിയുണ്ട്. നല്ല ജോലി, മെച്ചപ്പെട്ട ശമ്പളം, ഉയർന്ന ജീവിത നിലവാരം. ശരിയാണ്, അതൊക്കെ തന്നെയാണ് കാരണം. അതിനർത്ഥം കേരളത്തിൽ യുവാക്കളെ ആകർഷിക്കുന്ന ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലെന്നാണോ? സത്യസന്ധമായി പറഞ്ഞാൽ ഇല്ല. കേരളത്തിലെ ഏറ്റവും വലിയ ആകർഷണമാണല്ലോ സർക്കാർ ജോലി. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കേരള യുവത്വത്തിന് സർക്കാർ ജോലികളോടുള്ള താല്പര്യം കുറയുകയാണ്. വെറുതെ പറയുന്നതല്ല. കേരള PSC നടത്തുന്ന വിവിധ പരീക്ഷകൾക്ക് അപേക്ഷിക്കുന്ന അപേക്ഷാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് വർഷാവർഷം സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് 2023-ൽ PSC നടത്തിയ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചത് 2,62,552 പേരാണ്. ഈ വർഷം, അതായത് 2026 ജൂൺ മുതൽ ആഗസ്റ്റ് വരെ നടക്കാനിരിക്കുന്ന കേരള PSC CPO പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നത് 1,69,051 പേർ മാത്രവും. കഴിഞ്ഞ പരീക്ഷയേക്കാൾ 83,501 പേർ കുറവ്. 20% വരെ കൂടുതൽ അപേക്ഷകൾ PSC പ്രതീക്ഷിച്ചിടത്താണ് 24.1% വരുന്ന ഈ ഇടിവ്. ഇതൊരു സാമ്പിൾ മാത്രം. സർക്കാർ ജോലിയിൽ കയറി ജീവിതം തുലയ്ക്കാൻ തയ്യാറല്ലെന്ന് ഒരു തലമുറയിലെ ബുദ്ധിയുള്ള കുട്ടികൾ 10 വർഷം മുമ്പേ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. കേരളത്തിലെ അടുത്ത ആകർഷണം IT ആണല്ലോ. തിരുവനന്തപുരവും കൊച്ചിയും അതിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും
കാര്യങ്ങൾ വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടില്ല. ഇന്ത്യയുടെ ഹൈടെക് സിറ്റിയായ ബംഗളൂരുവിൽ നിന്ന് 2023-24 വർഷം 4,07,088 കോടി രൂപയുടെ IT കയറ്റുമതിയാണ് നടന്നത്. കേരളത്തിന്റെ വിഹിതം 5,315 കോടി രൂപ മാത്രം. ബാംഗ്ലൂരുവിന്റെ IT കയറ്റുമതിയുടെ 1.5% പോലുമില്ല കേരളത്തിന്റെ സംഭാവന. അപ്പോൾ അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ലെന്ന് മലയാളി യുവാക്കൾക്കറിയാം. കേരളത്തിലെ അസംഘടിത മേഖലയിൽ തുച്ഛ ശമ്പളത്തിന് പണിയെടുക്കാൻ നിൽക്കാതെ കടൽ കടക്കുന്നതിൽ ഈ കുട്ടികളെ കുറ്റം പറയാനാവില്ല. ജോലി പോകട്ടെ, ആഗോള നിലവാരത്തിൽ പഠിക്കാൻ കൊള്ളാവുന്നൊരു സ്ഥാപനം കേരളം ഇനിയും ഉണ്ടാക്കിയിട്ടില്ല എന്ന് അഭിപ്രായപ്പെട്ടത് കേരള അക്കാഡമി ഓഫ് സയൻസ് നടത്തിയ പഠനമാണ്. കാലഹരണപ്പെട്ട പാഠ്യപദ്ധതി യുവാക്കളെ അകറ്റുന്നു. ഇതിനോടൊപ്പമാണ് കേരളത്തിലെ വലിയ തമാശയായ കരിയർ കൗൺസിലിംഗ്. മറ്റേത് രാജ്യത്തും കരിയർ കൗൺസിലിംഗ് എന്ന വാക്കിനുള്ള അർത്ഥമല്ല കേരളത്തിലുള്ളത്. ബ്രിട്ടനിൽ ഒരു കരിയർ കൗൺസിലിങ്ങിന് പോയാൽ അവർ നമ്മെ ഒരു സൈക്കോ തെറാപ്പിക്ക് തന്നെ വിധേയമാക്കും. എന്തൊക്കെയാണ് നമ്മുടെ താല്പര്യങ്ങൾ, എന്താണ് കയ്യിലുള്ള ടാലൻറ്റ്, അതനുസരിച്ച് മികച്ച കോഴ്സുകൾ അവർ നിർദ്ദേശിക്കും. കേരളത്തിൽ കരിയർ കൗൺസിലിങ്ങിന് പോയാൽ അവർ ആദ്യം എടുത്ത് നിരത്തുക പോളണ്ടിലെയും കസാക്കിസ്ഥാനിലെയും സാൻ മാരിനോയിലെയും കുറേ തട്ടിക്കൂട്ട് സർവകലാശാലകളുടെ ബ്രോഷറാണ്. സൈക്കോ തെറാപ്പി ഒന്നുമില്ല, കാശ് കൊടുക്കുക, പോവുക. കേരളത്തിൽ +2 കഴിഞ്ഞ 95% വിദ്യാർത്ഥികൾക്കും ലോകത്തിലെ അഡ്വാൻസ്ഡ് ആയ പഠന ശാഖകളെക്കുറിച്ച് അറിവില്ലെന്നാണ് അക്കാഡമി ഓഫ് സയൻസിന്റെ പഠനം പറയുന്നത്. എത്ര പേർ പോകുന്നുണ്ട്, എന്തിനാണ് പോകുന്നത് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആരാണ് പോകുന്നത് എന്ന് നോക്കാം. 20 വർഷം മുമ്പ് വരെ കേരളത്തിലെ സമ്പന്നരുടെ മക്കൾക്ക് മാത്രം വിധിച്ചിട്ടുള്ള ഒന്നായിരുന്നു വിദേശ വിദ്യാഭ്യാസം. ഇന്ന് എൻ്റെ പരിചയത്തിലൊരു ടാക്സി ഡ്രൈവറുടെ മകൾ ഇറ്റലിയിൽ ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് പഠിക്കുന്നുണ്ട്. ആ കുട്ടി ഇനി തിരിച്ചു വരില്ല, അവിടെ കൂടും. ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന ഓഫീസിലെ അറ്റൻഡറുടെ മകൻ നെതർലൻഡ്സിലാണ്, പഠിക്കാൻ വേണ്ടി പോയതാണ്. ഇപ്പോൾ അവിടെ ജോലിയായി, കുടുംബമായി. പറഞ്ഞു വന്നത്, കുടുംബത്തിൻ്റെ വരുമാനം വിദേശത്ത് പഠിക്കാനുള്ള മാനദണ്ഡമല്ലാതായിരിക്കുന്നു. കേരളത്തിലെ ഈ പുതിയ മൈഗ്രേഷൻ ഇൻവെസ്റ്റ്മെൻറ്റിന് ബാങ്കുകൾ 20 മുതൽ 40 ലക്ഷം രൂപ വരെ വായ്പ നൽകും. അത് തിരിച്ചടയ്ക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. കാരണം പോകുന്ന വിദ്യാർത്ഥി അവിടെ ആഴ്ചയിൽ 20 മണിക്കൂർ വരെയെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്യും. യൂറോപ്യൻ രാജ്യങ്ങളിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ട്യൂഷൻ ഫീ ഇല്ല. പഠനം കഴിഞ്ഞാൽ 2 മുതൽ 3 വരെ വർഷത്തിനുള്ളിൽ അവിടെ തന്നെ സ്ഥിരം ജോലി കിട്ടും. ഭാവിയിലെ പെർമനന്റ് റെസിഡൻസ് സാധ്യത, ഇതെല്ലാം ബാങ്കുകൾക്ക് ആകർഷകമാണ്. മലയാളി വിദ്യാർത്ഥികൾക്ക് ചെലവ് കുറഞ്ഞ രാജ്യങ്ങളാണ് ജർമ്മനി, ഇറ്റലി, പോളണ്ട്, ഹംഗറി, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയവ. ഈ രാജ്യങ്ങളിൽ ഒരു വർഷം പഠിക്കാൻ 5 മുതൽ 10 ലക്ഷം വരെ മാത്രമേ ചെലവ് വരൂ. 2026 കേന്ദ്ര ബജറ്റിൽ വിദേശത്തേക്ക് പണം അയക്കുന്നതിനുള്ള TCS നിരക്ക് 5% നിന്ന് 2% കുറച്ചിട്ടുണ്ട്. എല്ലാം ഗുണകരമാണ്. അതായത് 40 ലക്ഷം രൂപ സംഘടിപ്പിക്കാനുണ്ടെങ്കിൽ യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം ഇന്ന് മലയാളിയുടെ വലിയൊരു സാധ്യതയാകുന്നു. കേരളത്തിൽ ഏറ്റവും ലാഭമുണ്ടാക്കി നൽകുന്ന നിക്ഷേപം. ഇനിയാണ് ഈ വീഡിയോ സ്റ്റോറിയിലെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നത്. ഈ കുട്ടികൾ തങ്ങൾ ഇനി തിരിച്ചു വരാനില്ല എന്ന് പ്രഖ്യാപിച്ചു പോകുമ്പോൾ ഇവിടെ അവശേഷിക്കുന്ന നമുക്കിടയിൽ അതുണ്ടാക്കുന്ന ശൂന്യത എത്രത്തോളമാണ്. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ സ്വപ്നം പോലൊരു വീട് വെച്ചു. നന്നായി ഇൻറ്റീരിയർ ചെയ്തു, എക്സ്റ്റീരിയർ ലാൻഡ്സ്കേപ്പിംഗ് നടത്തി. അദ്ദേഹത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ സമ്പൂർണ്ണതയ്ക്കായി ഒരു നല്ല ലൈറ്റിംഗ് എക്സ്പേർട്ടിനെ ആവശ്യമുണ്ടായിരുന്നു. ഒരു വെറും ഇലക്ട്രീഷ്യനല്ല, കലാകാരനെ, വെളിച്ചം കൊണ്ട് കവിത എഴുതുന്ന ഒരാളെ. എൻ്റെ സുഹൃത്തിൻ്റെ വീടിൻ്റെ തീമിന് ഇണങ്ങുന്ന ലൈറ്റിംഗ് ഒരുക്കലാണ് വെല്ലുവിളി. ജാപ്പനീസ് ചെറി ബ്ലോസം കാലത്തെ ഇളം മഞ്ഞ സാന്ധ്യപ്രകാശം തൻ്റെ വീട്ടിൽ വേണമെന്ന് സുഹൃത്ത് ആഗ്രഹിച്ചു. അതിനു പറ്റുന്നൊരു ലൈറ്റിംഗ് എക്സ്പേർട്ടിനെ തേടി നടന്ന് പരാജയപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത്. കേരളത്തിൽ ഇങ്ങനെ ഈസ്തെറ്റിക്കായി ജോലി ചെയ്യുന്ന സ്കിൽഡായ തൊഴിലാളികളില്ലെന്ന യാഥാർത്ഥ്യം അപ്പോഴേക്കും അവൻ തിരിച്ചറിഞ്ഞിരുന്നു. കൊള്ളാവുന്നവരായി ഉണ്ടായിരുന്നവരൊക്കെ നാടുവിട്ടു. യൂറോപ്പിലേക്ക്, അമേരിക്കയിലേക്ക്, ഗൾഫിലേക്ക്, അല്ലെങ്കിൽ ബംഗളൂരുവിലേക്കും മുംബൈയിലേക്കുമെങ്കിലും. ഞാൻ അവനോട് യോജിച്ചില്ല. തേടി നടന്നാൽ അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന വിധമുള്ള ലൈറ്റിംഗ് വിദഗ്ധരൊക്കെ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ അവൻ്റെ അനുഭവം ഒരു സന്ദേശം നൽകുന്നുണ്ട്. കൊള്ളാവുന്നവരൊക്കെ നാടുവിട്ടപ്പോൾ അൺസ്കിൽഡ് സ്റ്റേറ്റ് ആയോ കേരളം? ബംഗാളിയുടെയും UP-കാരൻ്റെയും തട്ടിക്കൂട്ട് പണികൾ മാത്രമാണോ ഇനി ഇവിടെ അവശേഷിക്കുന്നത്? കൊള്ളാവുന്നവരെ ചെന്നൈയിൽ നിന്നോ ബംഗളൂരുവിൽ നിന്നോ കൊണ്ടുവരേണ്ട അവസ്ഥയാണോ? അത് ആഴത്തിൽ പരിശോധിക്കണമെങ്കിൽ ആ പോയവരെക്കുറിച്ച് കുറച്ചുകൂടി അറിയണം. നാട് വിട്ടു പോകുന്ന കുട്ടികൾ പോകുന്നത് ഏത് പ്രായത്തിലാണ്? 18 വയസ്സ്, ഏറി വന്നാൽ 20 വയസ്സ്. ചിലർ പ്രായപൂർത്തി വോട്ടവകാശമാകുന്നതിന് മുന്നേ കടൽ കടക്കും. കേരളത്തിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഇതിനകം തന്നെ സ്തംഭനാവസ്ഥയിലെത്തിയിട്ടുണ്ട്. 1971 കേരളത്തിലെ ഒരു സ്ത്രീക്ക് ശരാശരി 4.1 കുട്ടികളുണ്ടായിരുന്നു. ഇന്നത് 1.89 കുട്ടികളായി കുറഞ്ഞു. റീപ്ലേസ്മെന്റ് ലെവലിനും താഴെ.
അതായത് മരിക്കുന്നവർക്ക് ആനുപാതികമായി ജനിക്കുന്നില്ല. ഇതിനോടൊപ്പം കുട്ടികളുടെ കുടിയേറ്റവും കൂടിയാകുമ്പോൾ സംസ്ഥാനം ഒരു ഏജിംഗ് സ്റ്റേറ്റായി മാറുകയാണ്. രസകരമായ കാര്യം, 2023 കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം കേരളത്തിൽ ഇപ്പോൾ ഓരോ പേരക്കുട്ടിക്കും 3 മുത്തച്ഛന്മാരും മുത്തശ്ശിമാരുമുണ്ട്. അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ, ചില കേസുകളിൽ അതിനപ്പുറത്തേക്ക് വരെ. ഈ ഒറ്റ പേരക്കുട്ടിയും കൂടി വിദേശത്ത് പോകുമ്പോൾ സ്ഥിതി രൂക്ഷമാകും. ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് ഏകദേശം 13 ലക്ഷത്തോളം വീടുകൾ താമസക്കാരില്ലാതെ പൂട്ടിയിട്ടിരിക്കുന്നതായാണ് കണക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വാർദ്ധക്യം ബാധിക്കുന്ന, അതായത് ഏജിംഗ് പോപ്പുലേഷൻ സംഭവിക്കുന്ന സമൂഹമായി കേരളം മാറിയിരിക്കുന്നു. അപ്പോൾ പോയ കുട്ടികളോ? അവർ കോഴ്സ് പൂർത്തിയാക്കും, ടെമ്പററി വർക്ക് പെർമിറ്റ് എടുക്കും, പിന്നീട് സ്ഥിരം ജോലിയിലേക്ക് മാറും. മിക്കവാറും കല്യാണം കഴിക്കാൻ നാട്ടിൽ വരും. എന്നിട്ട് ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ കൂടി വിദേശത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ വ്യക്തമായില്ലേ, പോകുന്ന ഒരാൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, അയാൾ മറ്റൊരാളെ കൂടി മലയാളത്തിൽ നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിലാണെന്ന് സഖാവ് പ്രഭാകരൻ കോട്ടപ്പള്ളി 35 വർഷം മുമ്പേ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയതാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും സാമൂഹ്യ ആസ്തികളിലും അലിഞ്ഞു ചേരേണ്ടിയിരുന്ന നല്ല കുടുംബങ്ങൾ കൂടിയാണ് ഇപ്പോൾ യൂറോപ്പിലേക്ക് പറിച്ചു നടപ്പെടുന്നത്. പഠനത്തിനായി വിദേശത്ത് പോകുന്ന ഓരോ വിദ്യാർത്ഥിയും ശരാശരി 20 മുതൽ 50 ലക്ഷം രൂപ വരെ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇത് കേരളത്തിൻ്റെ ബാങ്കിംഗ് മേഖലയെയും ലിക്വിഡിറ്റിയെയും ബാധിക്കുന്നു. വലിയ മൂലധന ചോർച്ചയാണിത്. ഒരു നാടിൻ്റെ വളർച്ചാ നിരക്ക് നിർണ്ണയിക്കുന്നത് അവിടുത്തെ യുവാക്കളുടെ അധ്വാനശേഷിയാണ്. ബ്രെയിൻ ഡ്രെയിനിൽ സ്കില്ലുകളുള്ളവർ പോകുന്നതോടെ കേരളം ആ പഴയ കൺസ്യൂമർ സ്റ്റേറ്റ് സ്റ്റാറ്റസിൽ തന്നെ കിടക്കും. ഇതിന് പുറമെയാണ് എൻ്റർപ്രണോറിയൽ സ്പിരിറ്റിൻ്റെ ചോർച്ച. പുതിയ സ്റ്റാർട്ടപ്പുകളും ആശയങ്ങളും കൊണ്ടുവരേണ്ട യുവാക്കൾ വിദേശത്ത് അധ്വാനിക്കുമ്പോൾ കേരളത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാതെ പോകുന്നു. അവരിവിടെ പുതിയതായി എന്തെല്ലാം ആരംഭിക്കാനിരുന്നവരാണ്. അവരുടെ തണലിൽ എത്ര കുടുംബങ്ങൾ പുലരാനിരുന്നതാണ്. കുടിയേറ്റത്തിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസമാണ് ഡീസ്കില്ലിംഗ്. കേരളത്തിലെ യുവാക്കൾ വിദേശത്തേക്ക് പോകുമ്പോൾ അവിടെ തങ്ങളുടെ യോഗ്യതയ്ക്ക് താഴെയുള്ള തൊഴിലുകളിലാണ് പലപ്പോഴും ഏർപ്പെടേണ്ടി വരുന്നത്. നമ്മുടെ വിദഗ്ധരായ കുടിയേറ്റക്കാർ വിദേശത്ത് അവിദഗ്ധ തൊഴിലുകൾ ചെയ്യാൻ പോവുകയാണ് എന്നാണ് കുടിയേറ്റ വിദഗ്ധൻ എസ് ഇരുദയരാജൻ അഭിപ്രായപ്പെട്ടത്. ഇത് വ്യക്തികളുടെ നഷ്ടം മാത്രമല്ല, നാം നൽകിയ വിദ്യാഭ്യാസത്തിൻ്റെ മുതൽ മുടക്കം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ IT കയറ്റുമതിയിൽ കേരളത്തിൻ്റെ ദയനീയ സ്ഥിതിയെക്കുറിച്ച്. ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. കഴിവുള്ളവർ നാടുവിട്ടപ്പോൾ സെക്കൻഡ് ടയറിൽ നിന്നും ഹയറിംഗ് നടത്തിയ IT കമ്പനികൾക്ക് കേരളത്തിലെ ഓഫീസുകളെ വലിയ ജോലികൾ ഏൽപ്പിക്കാൻ ഭയമാണ്. കഴിഞ്ഞ 5 വർഷത്തിലേറെയായി, അതായത് കോവിഡ് കഴിഞ്ഞപ്പോൾ മുതൽ കേരളത്തിലെ IT പാർക്കുകൾ സാധാരണ പ്രൊജക്റ്റുകളിൽ ഒതുങ്ങുന്നു. ത്രില്ലടിപ്പിക്കുന്ന ഒരു മെഗാ പ്രൊജക്റ്റും ഈ കാലത്ത് അവിടെ നടന്നതായി അറിവില്ല. ആരോഗ്യ മേഖലയിലും നിർമ്മാണ മേഖലയിലുമെല്ലാം സ്കില്ലിൻ്റെ കുറവ് വ്യക്തമാണ്. ബ്രെയിൻ ഡ്രെയിനിൽ കേരളത്തിന് സ്വാഭാവികമായി ലഭിക്കേണ്ട നികുതി വരുമാനം ഇല്ലാതാകുന്നത് അധികം ആരും ചർച്ച ചെയ്തിട്ടില്ല. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, IT പ്രൊഫഷണലുകൾ, ഗവേഷകർ, ഫിനാൻസ് വിദഗ്ധർ പോലുള്ള ഉയർന്ന വരുമാനമുള്ള തൊഴിലാളികളാണ് കടൽ കടക്കുന്നത്. ഇവരിൽ നിന്ന് സ്റ്റേറ്റിന് ലഭിക്കേണ്ട ഇൻകം ടാക്സ്, സർചാർജ്, സെസ്, സോഷ്യൽ സെക്യൂരിറ്റി സംഭാവനകൾ എന്നിവയെല്ലാം ഇതോടെ നഷ്ടപ്പെടും. ഉയർന്ന വരുമാനമുള്ളവർ ഒന്നിലധികം വീട് വാങ്ങും, കാറുകൾ വാങ്ങും, കൂടുതൽ സർവീസുകൾ ഉപയോഗിക്കും. പക്ഷേ നാടുവിട്ട ഇവരിൽ നിന്നും സ്റ്റേറ്റിന് GSTയും വാറ്റും പ്രോപ്പർട്ടി ടാക്സും ഒന്നും പിരിച്ചെടുക്കാനാകില്ലല്ലോ. കേരളത്തിലെ മികച്ചവരായിരുന്ന വിദ്യാർത്ഥികൾ നാട്ടിൽ തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയേനെ, പുതിയ കമ്പനികൾ സ്ഥാപിച്ചേനെ. ഇതിലൂടെ സർക്കാരിന് കോർപ്പറേറ്റ് ടാക്സ്, പേറോൾ ടാക്സ്, എംപ്ലോയി ഇൻകം ടാക്സ് എന്നിങ്ങനെ പല വിധത്തിലാകും വരുമാനം. ഇങ്ങനെ മാത്രമല്ല കേട്ടോ കേരളത്തിന് പണം നഷ്ടപ്പെടുന്നത്. കേരളത്തിലെ യുവാക്കൾ വിദേശത്തേക്ക് പോകുമ്പോൾ അവർ സൃഷ്ടിച്ച തൊഴിൽ ശൂന്യത നികത്തുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ്. 2017-18 31.4 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിൽ തൊഴിലെടുത്തിരുന്നത്. 2030 ഇവരുടെ എണ്ണം 60 ലക്ഷമാകുമെന്നാണ് പ്രവചനം. നമ്മുടെ ജനസംഖ്യയുടെ 1/7 അവരാവാൻ അധികം താമസം വേണ്ട. ഇവർ വാങ്ങുന്ന കൂലി സംസ്ഥാനം വിട്ടു പോവുകയാണ്. പിന്നീട് ഒരിക്കലും നമ്മുടെ ചെറിയ സ്റ്റേറ്റിലെ സമ്പദ് വ്യവസ്ഥയിൽ ആ പണം റൊട്ടേറ്റ് ചെയ്യില്ല. അങ്ങനെ മുഴുവൻ ഡാർക്കാക്കി നിർത്തി കേരളത്തിലെ തൊഴിൽ ശക്തി ലോകത്തിലേക്ക് വ്യാപിക്കുന്നത് കുറച്ച് കാണാനല്ല ശ്രമിക്കുന്നത്. തീർച്ചയായും ഇതിൽ പ്രതീക്ഷകളുമുണ്ട്. കുടിയേറ്റം മാനവരാശിയുടെ നട്ടെല്ലാണ്. കുടിയേറിയും ഇടകലർന്നുമാണ് ഇന്ന് കാണുന്ന ആധുനിക മനുഷ്യനുണ്ടായത്. നമ്മുടെ കുട്ടികൾ കടലുകളും ഭൂഖണ്ഡങ്ങളും താണ്ടി പോകുന്നത് ചിലപ്പോൾ നമ്മുടെ തന്നെ നല്ലതിനാണെങ്കിലോ. അതുകൊണ്ട് മനുഷ്യർക്ക് മുഴുവൻ പ്രയോജനമുണ്ടായാലോ. ലിങ്ക്ഡിൻ ടാലന്റ് ഇൻസൈറ്റ്സ് റിപ്പോർട്ട് വായിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ 9800-ലധികം പ്രൊഫഷണലുകൾ UAEയിൽ നിന്ന് മാത്രം കേരളത്തിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ടെന്ന് കാണാം. ബ്ലൂ കോളർ തൊഴിലാളികളല്ല, വൈറ്റ് കോളർ പ്രൊഫഷണൽസ്.
സൗദി അറേബ്യ, UK, ഖത്തർ, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നായി 4000-ഓളം പേർ കൂടി തിരിച്ചെത്തിയിട്ടുണ്ട്. IT, ആരോഗ്യം, ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ഹൈ പ്രൊഫൈൽ എക്സിക്യൂട്ടീവുകളായിരുന്നു ഇവർ. മടങ്ങി വന്നവരുടെ ശരാശരി പ്രായം 48 വയസ്സ്. നാട്ടിൽ തിരിച്ചു വന്ന് ഇവരിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരിക്കലും റിട്ടയർമെൻറ്റ് ഹോമായിട്ടല്ല അവർ പെറ്റ നാടിനെ കാണുന്നത്. ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യലുമല്ല. കേരളത്തിൽ വ്യവസായങ്ങൾ ആരംഭിക്കലാണ് അവരുടെ ലക്ഷ്യം. നമ്മൾ വഴിമുടക്കിയില്ലെങ്കിൽ, രാഷ്ട്രീയം അന്നം മുട്ടിച്ചില്ലെങ്കിൽ ഈ തിരിച്ചു വന്ന 10,000-ലേറെ പ്രൊഫഷണലുകൾ കേരളത്തിൽ വൻ വ്യവസായങ്ങൾ തുടങ്ങും. അതിൽ ചിലതിനെല്ലാം ഇപ്പോഴേ മുള വീണ് കഴിഞ്ഞു. 10,000-കണക്കിന് പേർക്ക് തൊഴിൽ ലഭിക്കും. കേരളത്തിന് നികുതി വരുമാനം കിട്ടും. പ്രൊഡക്ടിവിറ്റി ഗ്യാപ്പ് ഒരളവ് വരെ കുറയും. ഇനിയൊരു തലമുറയെങ്കിലും ഇവിടെ ശേഷിക്കുന്ന തരത്തിലൊരു സാഹചര്യം ഉരുത്തിരിയും. കേരളത്തിൽ ബ്രെയിൻ ഡ്രെയിൻ മാത്രമല്ല, ബ്രെയിൻ ഗെയിനും നടക്കുന്നുണ്ടെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞത് വെറുതെയല്ല. കേരളം അൺസ്കിൽഡ് ലേബർ നിറഞ്ഞ സംസ്ഥാനമായി മാറുകയില്ലെന്ന് പ്രത്യാശാവാദികൾ തറപ്പിച്ച് പറയുന്നു. കാരണം കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 30% പ്രവാസികൾ അയക്കുന്ന പണമാണ്. ഈ പണം ഇതുവരെ ഉപയോഗിച്ചിരുന്നത് വലിയ വീട് വയ്ക്കാനോ ആഡംബരത്തിനോ ആയിരുന്നു. ഇന്ന് ആ സ്ഥിതി മെല്ലെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പ്രവാസികൾ അയക്കുന്ന പണം നാട്ടിലെ അടുത്ത തലമുറയ്ക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ സഹായിക്കുന്നു. കേരളത്തിലെ ലോകോത്തര നിലവാരമുള്ള സ്വകാര്യ ആശുപത്രികളുടെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവാസി വരുമാനത്തിന് വലിയ പങ്കുണ്ട്. അങ്ങനെ പ്രവാസികളുടെ റെമിറ്റൻസിൻ്റെ വലിയൊരു ഭാഗം നിക്ഷേപമായി മാറുന്നുണ്ട്. മലയാളി യുവാക്കൾ ലണ്ടനിലും ടൊറൻറ്റോയിലും ബെർലിനിലും എല്ലാം എത്തുമ്പോൾ കേരളത്തിന് ലഭിക്കുന്നത് പവർഫുള്ളായ ഒരു ഗ്ലോബൽ നെറ്റ്വർക്കാണ്. കേരളത്തിലെ ചെറുകിട സംരംഭങ്ങൾക്ക് വിദേശ വിപണികൾ കണ്ടെത്താൻ അവിടെയുള്ള മലയാളികൾ സഹായിക്കുന്നു. ദേശ സർവകലാശാലകളിൽ ഗവേഷണം നടത്തുന്ന മലയാളി പ്രതിഭകൾ കേരളത്തിലെ സർവകലാശാലകളുമായി സഹകരിച്ച് നോളജ് ട്രാൻസ്ഫർ സാധ്യമാക്കുന്നു. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ശ്രദ്ധിച്ചാൽ അറിയാം. ഇതിലെ ഭൂരിഭാഗം സംരംഭകരും വിദേശത്തോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് മെട്രോ നഗരങ്ങളിലോ ജോലി ചെയ്ത് പരിചയമുള്ളവരാണ്. അവിടെ നിന്ന് പഠിച്ച ബിസിനസ് മോഡലുകൾ കേരളത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നടപ്പിലാക്കുമ്പോൾ അത് വലിയ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇത് ബ്രെയിൻ ഡ്രെയിനിനെ പോസിറ്റീവായി ഉപയോഗിക്കുന്ന രീതിയാണ്. മലയാളി യുവാക്കൾ നാടുവിടുന്നത് ഗുരുതരമായ സാമൂഹ്യ ദുരന്തം തന്നെയാണ്. ഇപ്പോഴല്ല, 20 വർഷമെങ്കിലും കഴിഞ്ഞാകും ഇതിൻ്റെ കയ്പ് നീര് നമ്മൾ കുടിക്കേണ്ടി വരിക. പ്രതിരോധത്തിന് വഴികളുണ്ട്. പല രാജ്യങ്ങളും അത് കാണിച്ച് തന്നിട്ടുമുണ്ട്. അയർലൻഡ്, ദക്ഷിണ കൊറിയ, ഇസ്രായേൽ എന്നിവരെല്ലാം ബ്രെയിൻ ഡ്രെയിൻ തടഞ്ഞ് തങ്ങളുടെ രാജ്യത്തേക്ക് ഹ്യൂമൻ ക്യാപിറ്റലും ഫിനാൻഷ്യൽ ക്യാപിറ്റലും തിരിച്ചെത്തിച്ചവരാണ്. 1980-കളിൽ അയർലൻഡിൻ്റെ തലവേദനയായിരുന്നു യുവാക്കളുടെ കൂട്ടപലായനം. വരാനിരിക്കുന്ന സാമ്പത്തിക സാമൂഹിക ഭൂകമ്പം മണത്തറിഞ്ഞ സർക്കാർ പല നടപടികളും എടുത്തു. കോർപ്പറേറ്റ് ടാക്സ് വളരെ കുറച്ച് ഗൂഗിൾ, ആപ്പിൾ, മെറ്റ തുടങ്ങിയ വമ്പൻ കമ്പനികളെ അയർലൻഡിലേക്ക് ആകർഷിച്ചു. വിദേശത്തായിരുന്ന ഐറിഷ് യുവാക്കൾ ഈ പുന്നല്ല് കണ്ട് തിരിച്ചെത്തി. അവർ വ്യവസായങ്ങൾക്ക് സ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ പാഠ്യപദ്ധതി മാറ്റി. 1960-കളിൽ കൊറിയൻ യുദ്ധത്തിന് ശേഷം കടുത്ത ദാരിദ്ര്യവും ബ്രെയിൻ ഡ്രെയിനും മൂലം വലഞ്ഞ രാജ്യമാണ് ദക്ഷിണ കൊറിയ. ഇത് നേരിടാൻ അവർ വിദേശത്തുള്ള കൊറിയൻ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും ഉയർന്ന ശമ്പളവും മികച്ച ലാഭ സൗകര്യങ്ങളും നൽകി തിരികെ വിളിച്ചു. നമ്മുടെ IIT-കൾ പോലെ KIST എന്ന കൊറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് യാഥാർത്ഥ്യമാക്കി. അമേരിക്കയിലേക്ക് പോയ കൊറിയക്കാർ ചുരുങ്ങിയ ചെലവിൽ പഠിക്കാൻ നാട്ടിൽ തിരിച്ചെത്തി. സാംസങ്, LG തുടങ്ങിയ വലിയ കമ്പനികൾക്ക് R&D കേന്ദ്രങ്ങളും ഫാക്ടറികളും സ്ഥാപിക്കാൻ വലിയ സബ്സിഡികൾ നൽകി. ബ്രെയിൻ ഡ്രെയിൻ ഏറ്റവും ഫലപ്രദമായി തടഞ്ഞ രാജ്യമാണ് ഇസ്രായേൽ. 3 പദ്ധതികളാണ് ഇതിനുവേണ്ടി അവർ നടപ്പാക്കിയത്. ഒന്ന് യോസ്മ പ്രോഗ്രാം. 1990-കളിൽ സർക്കാർ തുടങ്ങിയ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടാണിത്. വിദേശത്തുള്ള ഇസ്രായേലി നിക്ഷേപകർ നാട്ടിലെ സ്റ്റാർട്ടപ്പുകളിൽ പണം മുടക്കിയാൽ അതിന് തുല്യമായ തുക സർക്കാരും ഈ കമ്പനിയിൽ മുടക്കും. അതൊരു ഇറസിസ്റ്റബിൾ ഓഫറായിരുന്നു. നിർബന്ധിത സൈനിക സേവനം ഭയന്നാണ് ഇസ്രായേലി യുവാക്കൾ നാട് വിടുന്നത് എന്ന് കണ്ടപ്പോൾ അവർ മറ്റൊരു പദ്ധതി കൊണ്ടുവന്നു. നിർബന്ധിത സൈനിക സേവനത്തിനിടയിൽ യുവാക്കൾക്ക് സൈബർ സെക്യൂരിറ്റിയിലടക്കം വിവിധ മേഖലകളിൽ ഏറ്റവും ആധുനികമായ പരിശീലനം നൽകി. സൈന്യം വിട്ടിറങ്ങുന്ന യുവാക്കൾ ഈ അറിവ് ഉപയോഗിച്ച് സ്വന്തം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി. മൂന്നാമത്തേത് ആലിയ നിയമം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള യഹൂദ പ്രതിഭകൾക്കും ഇസ്രായേലിലേക്ക് വരാനും പൗരത്വം നേടാനുമുള്ള സൗകര്യം ഇവർ നൽകി. ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിന് ഇത്തരം കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ പരിമിതികളുണ്ട്. എന്നാലും ചെയ്യാനാകുന്ന ചില കാര്യങ്ങളുമുണ്ട്. കൈവിട്ടു പോകും മുമ്പ് ഈ വിഷയം ഒരു സ്റ്റേറ്റ് പോളിസിയായി തന്നെ പ്രഖ്യാപിക്കപ്പെടണം. 20 വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് പഠിക്കാൻ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും പോയവർ ഇന്ന് അവരുടെ മക്കളെ സർവകലാശാലകളിലേക്ക് അയക്കാനുള്ള തിരക്കുകളിലാവും. അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരിക്കലും ഇന്ത്യയോ കേരളമോ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇപ്പോഴും അവരെ തിരിച്ച് ആകർഷിക്കാനുള്ള ഒന്നും നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടില്ല. വൈകാതെ നമ്മളത് ഉണ്ടാക്കുമായിരിക്കും. അവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും.